ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിലിന് പുറത്തേക്ക്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ നടപടി. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയായിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഈ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ പോറ്റി സ്വാഭാവികമായും പുറത്തിറങ്ങും. എന്തായാലും ഇത് ആരുടെ തിരക്കഥയാണ്, ആരുടെ ആവശ്യമാണ് ഈ പോറ്റിയെ പുറത്തിറക്കേണ്ടത്? അശ്വതി, ഇതിൽ തന്നെ 90 ദിവസം റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കഴിഞ്ഞു എന്ന് കാട്ടിയാണ് ആദ്യഘട്ടത്തിൽ ദ്വാരപാലക ശില്പ കേസിൽ ജാമ്യ ഹർജി നൽകിയിരുന്നത്. അത് പരിഗണിച്ച കോടതി അന്ന് ജാമ്യം അനുവദിച്ചു. അതിനുശേഷം വീണ്ടും കട്ടിളപ്പാളി കേസിലും ഈ സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകുകയായിരുന്നു. ഇതിൽ പ്രധാനമായും ജാമ്യം കിട്ടുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കാത്തത് തന്നെയാണ്. സ്വാഭാവികമായും ഒരു പ്രതി 90 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ അവിടെ കുറ്റപത്രം സമർപ്പിച്ച് അന്വേഷണ സംഘം അത് കോടതിയെ ബോധ്യപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, മുൻപിറങ്ങിയ രണ്ട് പ്രതികൾക്കും ഇങ്ങനെ സ്വാഭാവിക ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റു പ്രതികളും ഈ സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിക്കും. ഇതിലൊക്കെ പ്രധാനമായും നമ്മൾ നോക്കിക്കാണേണ്ടത് SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. SITക്ക് മേൽ അത്തരത്തിലുള്ള സമ്മർദ്ദം അത് ഉണ്ടാവുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ടോ എന്നുള്ളത് സംശയത്തിൻ്റെ ഒരു നിഴലായി നിൽക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 10 ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു നൽകിയത്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, സംസ്ഥാനത്തിന് പുറത്തു പോകാൻ പാടില്ല, മറ്റ് ഇടപെടലുകൾ നടത്താൻ പാടില്ല, മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല തുടങ്ങി 10 ഉപാധികളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ജാമ്യ ഉത്തരവിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് മറ്റ് കോടതി ഉത്തരവുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വിവേചനം കാണിക്കാനാവില്ല. അതായത് 90 ദിവസം റിമാൻഡ് കാലാവധി ആയിരുന്നാൽ അവിടെ ജാമ്യം അനുവദിക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ഒരു അവകാശമാണ്, ജാമ്യം ലഭിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിന്മേൽ പ്രോസിക്യൂഷൻ ഒരു വാദം ഉന്നയിക്കണമെങ്കിൽ അതിന് കുറ്റപത്രം സമർപ്പിക്കണം. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും എതിർവാദം, അതായത് ശക്തമായിട്ടുള്ള എതിർവാദം ഉന്നയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യത്തിന്മേൽ എങ്ങനെയാണ് ഈ കുറ്റപത്രമില്ലാതെ പ്രോസിക്യൂഷൻ എതിർവാദം ഉന്നയിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച കേസിൽ ആദ്യം അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 4ാമതായി പുറത്തിറങ്ങാൻ പോകുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ജയിൽ വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും സ്വർണ്ണക്കവർച്ച കേസിലെ ഒരു മുഖ്യപ്രതി, 1ാം പ്രതിയാണ് ഇപ്പോൾ ഈ SITയുടെ ഒരു ഗുരുതര വീഴ്ച മൂലം, ഗുരുതര അനാസ്ഥ മൂലം പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും EDയുടെ കയ്യിൽ നിന്നും പോറ്റിക്ക് രക്ഷയില്ല. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.